തന്നെ ആൻസർ തരിക. 20:30 ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകം ഏതാ? സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാനും ഒക്കുകയല്ല. ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അഭിഷിക്തന്മാരോട് ഒന്നുകൂടെ ഊന്നി പറയുക, ഇതെടുത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതിനകത്തെ 10 വാക്യം വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഞായറാഴ്ച വലിയ പ്രസംഗ പാഠവുമില്ലെങ്കിലും സങ്കീർത്തനം വായിച്ചു 2 വാക്യം പറയുന്നത് ഒരു ഭാഗ്യമാണ്. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം. എന്തുവാ സന്തോഷമില്ലാതിരിക്കുന്നേ? ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് സന്തോഷം എന്നെ ഉഷാറായിട്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പിന്നെ നിങ്ങൾ എന്നോട് വൈരാഗ്യം ഉണ്ടല്ലോ, അങ്ങ് ചിരിച്ച് കാണിക്കുക. അപ്പൊ എനിക്ക് സ്തോത്രം ഒരു സന്തോഷം ഉണ്ടാകുകയല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം എടുക്കാനിടയായതൊരു എൻ്റെ അപ്പന് കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു. കള്ള് ഷാപ്പിലെ സപ്ലയർ ആയിരുന്നു. ഞാൻ കാരണം പുള്ളി യൂണിയനാ, CI2 തൊഴിലാളി യൂണിയനാ, ചെത്തു തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ. അപ്പൊ ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അപ്പൻ ചാകുവോ, അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. കപ്പയും കള്ളും എടുത്ത് നടക്കണ്ട ഞാനാ. നിനക്ക് മനസ്സിലായോ? നീ ദൈവത്തെ സ്തുതിക്കേ. നീ മെനക്കെട്ട് വന്നിരിക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ. നീ യേശുവിനെ അറിഞ്ഞെന്ന് ഈ മാർഗത്തിൽ നീ വന്നെന്നാ പറഞ്ഞത്. കൊച്ചമ്മ ദൈവത്തെ സ്തുതിക്ക്, നന്നായിട്ട് സ്തുതിക്കേ, നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ ആള് കളിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ ഭാഗ്യം. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ഭേദമില്ല. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ചോദമില്ല. ഭരണോടെതിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ടെതിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഈ വേദപുസ്തകം സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊക്കത്തുമില്ല. ആകാശം ഭൂമി മാറിപ്പോലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്നുള്ളതാണ്. എന്നാരാ നീ വേദപുസ്തകത്തിന്റെ പുറത്ത് കൊച്ചുങ്ങളെ വെച്ച് തുള്ളിക്കുന്നു, സഭായത്തിന് വന്നേച്ചു. പോലെ എന്നാരാ വേദപുസ്തകം പിടിച്ചണ്ട് ഉപദേശി, ഞാൻ വെക്കുന്നില്ല, ഈ കോഴി വിൽക്കുന്നവൻ നടക്കുന്ന പോലെ നടക്കുക.
എന്നുവെച്ചാൽ ബാക്കി ഞാനിപ്പോൾ പറയുന്നുമില്ല. അത് MT മാത്യു അപ്പച്ചൻ, മൈക്ക് മത്തായിച്ചൻ ചർച്ചക്കോട്ടിലെ പറയായിരുന്നു, മോനെ അങ്ങനെ വഴിയിലെങ്ങും നിൽക്കരുത്. നിൽക്കുന്ന എന്തിനാന്ന് ഇപ്പൊ ഞാൻ പൊതുവിൽ ഞാനൊരിക്കലെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ചാട്ടെ. ഞാൻ അങ്ങോട്ട് മാറി, മനസ്സിലായല്ലോ. മാറി വെച്ചോ പുള്ളി 2 എണ്ണം വെച്ചോണ്ട് ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്നത് കത്തോലിക്കരെയാണ്. വലിയ വായനയും ധ്യാനവും പഠനവും ഒന്നും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തില്ലെങ്കിലും പക്വതയോടാ കൊണ്ട് നടക്കുന്നത്. കണ്ടിട്ടുണ്ട് ചിലരെടുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുക്കും. നല്ല കാര്യം നല്ലതാണെന്ന് പറയണ്ടേ. ഇത് വ്യവസ്ഥ പ്രകാരം എടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. നമ്മുടെ ആൾക്കാർ പറയും ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷമോ, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. ഇത് വ്യവസ്ഥ പ്രകാരം എടുത്തവർക്കാർക്കും. ഇത് ആണ്ട് KP ആനന്റെ അവിടെ ലോഡ് കണക്കിന് ഒരുത്തൻ ചുമ്മിക്കൊണ്ട് ഗോഡൌണിൽ കയറ്റി, അവനിപ്പം വീട് വലിച്ചു കിടക്കുന്നു. അവന് ഇപ്പൊ ചുമ്മിയ വിഷയമൊന്നും ആരും, അത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു. പാണ്ടി ലോറിക്കകത്ത് ചുമ്മുന്ന നല്ല വിഷയം, വ്യവസ്ഥയോട് എടുക്കണം, ഇതിന്റെ പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ എടുക്കുന്നവർക്കും അവന്റെ സന്തതിക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ കണ്ടങ്കേരിക്കാര്. അങ്ങനെ കണ്ടങ്കേരി പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടുപേര് പറ, അതുകൂടെ പറയാം. പറ, വീട്ടുപേര് പറ. സ്വതന്ത്രം. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെയും നിന്റെ സന്തതിയെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് സത്യവേദ പുസ്തകം. സ്തോത്രം. അല്ല, ഈ പുസ്തകത്തിൽ അതാ എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ ദൈവദാസനെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശുവിന്റെ അത്ഭുതമെല്ലാം കാണുകയുള്ളതാ. ഒരുത്തം മുടന്തി നടക്കടാന്ന് പറഞ്ഞു, അന്നേരം അവൻ നടന്നു. അല്ലാതെ വയറ്റിനകത്തൊരു മുട, അതാരും കാണുന്നില്ലല്ലോ. ആരും കാണാതാണോ ചെയ്തേ? മുടയുടെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഉണ്ട്. ഒരാൾ പറഞ്ഞാച്ചാ മുഴപ്പാസ്ട്രാ ഇന്ന് വരുന്നെന്ന്. അവന് മുഴയാ, മുഴയുടെ ആളാ. അജിയെ ഇത് മാത്രം കട്ട് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് നിന്റെ കാല് ഞാൻ പിടിക്കുക. മുഴപ്പാസ്റ്റർ യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാണ്. 38 വർഷം കൊളക്കര ഒരുത്തൻ കിടക്കുക, സീനിയറാ. അവനാണ് സെന്ററിലെ സീനിയർ. പക്ഷെ നടക്കാൻ മേല, അനങ്ങാൻ മേലെന്ന്. സെന്ററാ, പക്ഷെ ഓവർസിയറാ. ഒരു സ്വോത്രം പോലും ആയത്തിൽ പറയുകയല്ല. കസാര നടച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാടാ? പാപത്തിന്റെ അധീനതയിൽ നിന്ന് നിന്നെ വെടിവെച്ച ദൈവത്തെ, രോഗശാന്തി തന്ന ദൈവത്തെ, സമാധാനം തന്ന ദൈവത്തെ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ അവസരം കിട്ടുമ്പോഴല്ല നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്ത. നിനക്ക് 70 കിലോ ഉണ്ടല്ലോ, നീ 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞോ വന്നിട്ട്. നീ കുട്ടത്തി മാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. 70 കിലോ. മാത്തുച്ചൻ എത്ര കിലോ ഉണ്ട്? സത്യം പറ, ഉദ്ദേശം പറ, എത്ര കിലോ ഉണ്ട്? 65 കിലോ കാണുമോ? അസ്ഥിമൂപ്പുണ്ടല്ലോ, 65 കാണും. ഒരു 1.5 കിലോയുടെ സ്വോത്രം പറഞ്ഞു. ഈ ടൈപ്പ് സാധനം ഇറക്കിക്കോണം. നമ്മുടെ കടശയോഗമാണ്. ഈ ടൈപ്പ് സാധനം ഇന്ന് രാത്രി ഇറക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിച്ച യേശു, നമ്മെ വിടുവിച്ച യേശു, നിന്നെ തെരഞ്ഞെടുത്ത യേശു, ഈ മകനീയ ശുശ്രൂഷയ്ക്ക് നമ്മെ ആക്കിയ യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. 38 വർഷമായിട്ട് കൊള്ളക. അവൻ സീനിയറാ. യേശു ഇവന്റെ കിടപ്പെല്ലാം കണിച്ചു. ഞാനൊരു പേരിടുക, തോമാച്ച. സൗഖ്യമാകാൻ മനസ്സുണ്ട്. പുള്ളി പറഞ്ഞു ഞങ്ങൾ
നീ ഏത് നേരണോ കുരണോ ആയാലും നീ മാനസാന്തരപ്പെടണം. തോമാസ് നിരണത്ത് വന്നെന്ന് പറഞ്ഞപ്പോ ഒരു കടവുണ്ടാക്കി, തോമത്ത് കടവ്. നീ ആ കടവിന്റെ അടുത്ത് കടന്നാ നീ സ്വർഗത്തിൽ പോവോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ കടവ് കെട്ടിപ്പൊക്കുകയല്ല ചെയ്യേണ്ടത്, നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാൻ നിരണത്തെ പനച്ചു മൂട്ടിലെയാ, കണ്ടങ്കാരിയിലെയാ, കാട്ടുനിലത്തെയാ. ഇവിടുത്തെ ഏരിയയുടെ വീട്ടുപേര് പറയാ. കുടുംബമൊക്കെ നല്ലതാ, നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നിരണപ്പള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ വസ്തുല അപ്പച്ചന്മാര് കൊടുത്തതാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നീ യേശുവിനെ അറിയണം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോകില്ലെന്ന് ഈ 38 തോമാച്ച കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാ തോമ പറയാ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ലെന്ന്. എടാ നിന്നോട് അതാന്നോ ചോദിച്ചേ? സൗഖ്യമാകാൻ എന്തായാലും കൊള്ളാം. അവൻ കിടക്കെടുത്ത് സ്തോത്രം. എല്ലാരും കാൺക ചെയ്തെന്നാ. അത് പറയാനാ ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. അല്ലാതെ ആരും കാണാതല്ല. ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുകയാ. അങ്ങനെ ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട്, ഇന്നും വിടുതൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പല മിടുക്കന്മാരും കാണാത്ത അത്ഭുതങ്ങളാ ചെയ്യുന്നത്. ആട്ടെ, വിവരിക്കുന്നില്ല. അനേക അത്ഭുതം യേശു ചെയ്തു, ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്ത വാക്യം വായിരേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. ഇവിടെ കൂടിയിരിക്കുന്നവരും ഓൺലൈനിലുള്ളവരും ഈ നാട്ടുകാരും ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നവരും ഇതിന് ശേഷമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ആമേൻ. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ. അടുത്ത വാക്യം, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അതിനാ ഇത് എഴുതിയേക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞ നിത്യജീവൻ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൽ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, ക്ഷമയരുളും നിശ്ചയമാ. ക്ഷമയരുളും നിശ്ചയമായി മൺമയമാ ആൺമതെല്ലാം മായയത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് വിശ്വസിക്കണം. വിശ്വസിച്ച് മാത്രം പോയാ പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, നീ പദയാത്ര നടത്തണ്ട, ഉരുളുകയും വേണ്ട, ചെരുപ്പിടാതെ ഈ റോഡിൽ കൂടെ നടക്കുകയും വേണ്ട. അങ്ങോട്ട് ചെരുപ്പിടാന്നൊക്കെ ഇങ്ങോട്ട് വണ്ടിയെ പോരും. എന്റെ തങ്കച്ച, നീ ആണ്ടോടാണ്ടിക്ക് ചെരുപ്പിടാതെ ഈ റോഡ് നടന്നാലൊന്നും പിന്നെ നല്ലതാ. നിന്റെ പ്രഷറും കൊളസ്ട്രോളും കുറെ.
അതാ പറഞ്ഞ ഞാൻ പോയിച്ചു വന്നപ്പോ ഒത്തിരി വിടുതല. കാരണം ഇവൻ നല്ല ചിമിട്ട് തീറ്റി നിന്നേച്ച് പരിക്കാത്തിരുന്നവനാ. 2 ദിവസം കണ്ടമാനം നടന്നപ്പം അല്ല നീ അവിടെ ചെന്ന് തൊട്ട് വന്നിച്ചപ്പോ കിട്ടിയതാണോ? ഞങ്ങളുടെ വീട്ടിൽ 2 കട്ടിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പിന്നെ നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? അതോ തല്ലുകൊള്ളുകയെന്ന് നമ്മളെല്ലാവരും തല്ലുകൊള്ളും. എനിക്ക് കിട്ടുന്നതിന്റെ വീതം ഞാൻ നിങ്ങൾക്കും തരും. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മ ഒന്നിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ നാം ഒന്നിച്ച് തല്ലും കൊള്ളണം. കൊച്ചിച്ചാന് ഞാനൊരു കൺസെഷൻ തരും. യേശു മാത്രമാ ദൈവം. അവിടുന്ന് മാത്രമാ സത്യദൈവം. അവിടുന്ന് മാത്രമാ നിത്യദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ചത്തതെല്ലാം ദൈവമല്ലെന്ന്. ദൈവം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അതെ, ഓടിച്ചു പോകാം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്നും കൊണ്ട് തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാത്തൂച്ചൻ ഹിന്ദി വരാതെ പറഞ്ഞത് ഇതാ ലോകത്ത്. ഞാനിത് കേട്ട് പറയുന്നു. എന്തുവാ ഹിന്ദിയിൽ എങ്ങനെ ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. ദൈവത്തിന് നമ്മുടെ കൺവെൻഷൻ തീരുകയല്ലേ. കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സങ്കോചവും കൂടാതെ യോഹന്നാൻ സ്നാപകൻ പറയാ, അതാണ് ദൈവ കുഞ്ഞാട്. അത് മാത്രമാ ദൈവ കുഞ്ഞാട്. ആ കുഞ്ഞാടൻ വ്യക്തിക്കും കുടുംബത്തിനും, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. ലേവിയ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. എന്ന യോഹന്നാൻ 1-ലെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവ കുഞ്ഞാടാകുന്ന ക്രിസ്തു ഇന്ന് രാത്രിയിലുണ്ട്. എനിക്ക് ഒരു 2 മണി ഇനി വിളിക്കുവാന്ന് അറിയത്തില്ല. വിളിക്കുകയാണെങ്കിൽ കാരണം ഈ പാട്ട് പാടുന്നത് കൊണ്ടാണ്. പാട്ടിന് സ്വരവും തൂണുമൊന്നും അല്ല. അവര് ഗ്രേസും ഒക്കെ നന്നായിട്ട് നല്ല കണക്കിന് അച്ഛൻ പറഞ്ഞ പാട്ട് എന്നാ പാടാൻ പോവാ. കാട്ടൂടയോ ശരണം തിരുപാദം എന്റെ ശരണം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ഊനമില്ലാത്ത, പാപമില്ലാത്ത, പാപമേച്ചാത്ത, പാപം തീണ്ടാത്ത, പാപം ചെയ്യാത്ത, പാപപറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 1-ാം അധ്യായത്തിൽ ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ വാറ്റാനുള്ള മർമ്മം പറഞ്ഞു തരികയല്ലായിരുന്നു. ഈസ്റ്ററിന് വാറ്റിയച്ച് വാറ്റാനുള്ള മർമ്മമൊന്നും അല്ലത്. സ്തോത്രം. അവിടുന്ന് അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തി. തൊടുകൈക്കുള്ള ശുശ്രൂഷയാ. പച്ചവെള്ളത്തെ കനാവിലെ ചാൻ പറഞ്ഞോണ്ടാ പിന്നെ പാടുന്നത്. പിന്നെ കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. അവർ 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. നിക്കോദോമസിനോടുള്ള സംസാര മധ്യേ അവിടുന്ന് നിത്യജീവന്റെ ദൈവമാണ്. സ്തോത്രം. വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, ശമരിയാക്കാരിയുമായുള്ള സംസാരം. ആ സ്ത്രീയുടെ മുൻകാല ചരിത്രവും ജീവിത ചര്യവും ഇപ്പൊ പറയുന്നില്ല, പല വാദങ്ങളുള്ളതാ. എന്തായാലും കൊള്ളാം. പരുവക്കേടാ. ആ പരുവക്കേടുള്ളവർ എന്ത് മാന്യമായിട്ടാ യേശു ഇടപെട്ടെ അല്ലേ? കടത്തിങ്കര ഇരുന്നപ്പം അവൾ വെള്ളം കോരാൻ വന്ന യേശു ചില വെള്ളം തരാമെന്ന് ചോദിച്ചു അല്ലേ? അവള് അടിമുടിയൊന്ന് നോക്കിച്ച്, യഹൂദനായിരിക്കുന്ന നീ, അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇത് യഹൂദനാണ്. ഇപ്പൊ ഈ പെന്തിക്കോസുകാരെ പെട്ടെന്ന് പിടികിട്ടുകയല്ലോ. പണ്ടൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഉപദേശിയാ പോകുന്നുണ്ട്. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉപദേശിയാ, ചന്ത ചെല്ലുമ്പോൾ ഗുണ്ടുമണി വന്നതുപോലെ. ഗുണ്ടുമണി ബനിയൻ വിട്ട് മസിലും കാണിച്ച് മറ്റേ എടുത്താട്ടെ ഏനാണ് ചുമ്മാ. ഗുണ്ടുമണി ആദ്യം കേൾക്കാന്നോ? ആരാ കേട്ടെ ആദ്യമായിട്ട്? മോൻ ആദ്യമായിട്ട് കേൾക്കാം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പണ്ടൊക്കെ കണ്ടാൽ അറിയാം. അപ്പൊ ഈ കണ്ടപ്പോളെ പിടികിട്ടി യഹൂദനാണെന്ന്. അതെ, യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായി എന്നോട് തീണ്ടലല്ലേ? തീണ്ടൽ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. തീണ്ടല് എനിക്ക് തോന്നുന്നത് കുമാരനാശാൻ യോഹന്നാൻ 4 വായിച്ച് മനപ്പാടമാക്കി വന്നൊരു ഡൗട്ട്. യോഹന്നാൻ അല്ലെ ചണ്ടാല ഭിക്ഷുക്ക് എഴുതാൻ യാതൊരു സാധ്യത ഇല്ലെന്നാ എന്റെ വാദം. ഇല്ലേ? പഠിച്ചേ സ്കൂളിൽ ഇവിടെ സ്കൂളില്ലേ? എവിടെ കെടികെട്ടിയ നിരണം കവികളാ കിടക്കുന്നത്. കണ്ണശ പണിക്കര്, കണ്ണശ കവികൾ, നിരണം കവികൾ. സ്തോത്രം. ചമ്പു ആട്ടെ, നമ്മുടെ വിഷയമല്ല. അവ ആശാൻ എഴുതി ചണ്ടാല ഭിക്ഷുകി യോഹന്നാൻ 4 കൃത്യ ആശയ ഗംഭീരനല്ലേ വായിച്ച് ഹൃദയസ്ഥമാക്കിയെന്ന എന്റെ വാദം അല്ലെ? അത്ര കൊള്ളിച്ച് അതിൻ്റെ ഒരു പകർപ്പാ. സ്തോത്രം. സെയിമാ. കാരണം ആശാൻ ചണ്ടാല ഭിക്ഷുക്ക് എഴുതുന്നതിന് മുമ്പേ യോഹന്നാൻ 4 ഉണ്ട്. അതുകൊണ്ടാ ഈ സ്ത്രീയോട് യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചു. അത് തന്നെയല്ലേ ആശാൻ? ദാഹിക്കുന്നു ഭഗിനി കൃപാരത മോഖനം കുളിർ തണ്ണീർനി ഓമല്ലേ തനൂതെല്ലാം നദൂ കേട്ട് മനോഹരി. നിങ്ങൾ ആരും പഠിച്ചല്ലേ?
അന്ന് ഷിന് ക്ലാസ്സിൽ പോയില്ലേ? അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി രാജമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. അവിടെ നമ്മുടെ വിഷയം അതല്ലല്ല. അല്ലെ ഇനിയും അത് കട്ട് ചെയ്ത് വെച്ച് പറയും പുള്ളി ഇപ്പൊ സുവിശേഷം വന്നല്ലോ, അത് ചണ്ടാല വിഷയം പ്രസംഗിച്ച് അടക്കാന്ന് പറയും. ഇത് പേടിയായതുകൊണ്ടാണ്, വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്. അല്ല ഇപ്പം സുവിശേഷം ഒന്നും അല്ല പറയുന്നത്. നേരണം UPF അന്ന് ചണ്ടാല വിഷയമായിരുന്നു പുള്ളിയുടെ സബ്ജക്റ്റ്. വെറുതെ എന്തിനാ നാശോപ്പിച്ച്. അതിനാ ഞാൻ പറഞ്ഞ മൊത്തം വിടണമെന്ന്. മൊത്തം വിട്ടാൽ എനിക്കൊരു കുഴപ്പം, അല്ലേലും എനിക്ക് കുഴപ്പമില്ല, പണി നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്ത്രീയോട് എന്ത് മാന്യമായിട്ടാണ് യേശു ഇടപെട്ടത്. കണ്ടോടനെ അവിടെ മുൻകാല ചരിത്രമൊന്നും യേശു എണ്ണിയില്ല. വെള്ളം പെട്ടെന്ന് കൊണ്ടുപാടിയില്ലേ, നിന്റെ വിഷയം ഞാൻ വാട്സപ്പിനകത്തിടും. ഞാൻ എന്തിന് അല്ല ഇന്നത്തെ ഉപദേശമാരോ എല്ലാവരും അല്ലെങ്കിലും വിശ്വാസിയോ സെക്രട്ടറിയോ ഖജാൻജിയോ കമ്മിറ്റിയോ കുന്തമോ കോടാലി ആണെങ്കിൽ ഇടഞ്ഞാലുടനെ പറയും ഞാനിപ്പോൾ ലൈവിൽ വരും. ശമരിയാക്കാരുടെ വിഷയമായിട്ട് ഞാൻ ലൈവിൽ വരും, ഞാൻ പത്രസമ്മേളനം. പോടാ നിന്റെ കുത്രസമ്മേളനം. എടാ ഏത് മനുഷ്യന് ഉറച്ചു നിന്ന ശ്വാസമാ. നിന്നേക്കാ കൊലവമ്പനെ കോവിഡ് കൊണ്ടുപോയി തങ്കച്ചാ. നീ ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, സഭയുടെ നടത്തിപ്പുകാർക്കെതിരെ നീ കളിച്ചാൽ, നിന്റെ സെക്രട്ടറി ആ കുന്തം അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. നിങ്ങളൊരു സ്വത്രം പറഞ്ഞു, നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യം. ഞാൻ അതല്ല മേടിക്കുന്നാലും നിങ്ങൾക്ക് ഗുണം വരികയല്ലേ പറഞ്ഞ മസിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല എന്ത് മാന്യമായിട്ട് ആ സ്ത്രീയോട് യേശു ഇടപെട്ടത്. സംസാരം തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലായി യഹൂദനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ലൊരു മനുഷ്യനാ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ പ്രവാചകനാ. ഒടുവിൽ മനസ്സിലായി മിശിഹായാണ്. അതാ യേശുവിന്റെ മഹിമ. നമ്മളാണ് സംസാരം തുടങ്ങുമ്പോൾ പറയും മിശിഹായാന്ന്. 2 കൊല്ലം പാസ് ഇരുന്ന് കഴിഞ്ഞ് പറയും മിശിഹ ഒന്നുമല്ല, പുള്ളി പ്രവാചകനാ, ഇടയ്ക്കിടയ്ക്ക് ഒരു കുടച്ചിൽ ഒരു ദൂതുമുണ്ട്. 4 കൊല്ലം കഴിയുമ്പോൾ പറയും ഓ അയാൾ പ്രവാചകനൊന്നുമല്ല, ഒരു 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 പാസ്റ്റർ. 5-ാം കൊല്ലം പറയും ഇയാള് ബയൽസബൂലാ കേട്ടോ, ഇയാളെ നമുക്ക് അട്ടപ്പാടിക്ക്. എന്നാൽ യേശു അങ്ങനല്ല. അടുക്കും തോറും അനുഭവിക്കും തോറും രുചിക്കും തോറും ആമ ചേർന്ന് ചെല്ലും തോറും ഇതുപോലെ ശ്രേഷ്ഠൻ, ഇതുപോലെ യോഗ്യൻ, ഇതുപോലെ മഹിമയുള്ളവൻ, ഇതുപോലെ മഹത്വമുള്ളവൻ, ഇതുപോലെ യോഗ്യൻ ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവൻ എവിടെ ഇരിക്കുന്നു? അതാ ഞാൻ തൊടുകൈക്ക് പറഞ്ഞ് അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്ക്, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്ക്, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്ക്, അനുധാവനം ചെയ്യുന്നെങ്കിൽ യേശുവിനെ അനുധാവനം ചെയ്യ്, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്.
4-ാമത്തെ അധ്യായത്തിൽ ആ സ്ത്രീയോട് മാന്യമായി ഇടപെട്ട ആത്മാവായ ദൈവം ആരാധനാഭിഷേകത്തില്ല. 5-ാം അധ്യായത്തിൽ സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കുക. 5-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേരും പാസ്റ്ററെ. യോഹന്നാൻ 5:1. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. നല്ല സ്ഥലത്തായിരിക്കുന്ന, പക്ഷേ നടക്കാനും എഴുന്നേക്കാനും വയ്യ. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം സകല കേസും വന്ന് കിടക്കുന്ന ഇടവാ ആട്ടുംവാതിക്കല്. സ്തോത്രം. ഒരെണ്ണത്തിന് സുഖമില്ലെന്നുള്ളതാണ്. ആട്ടെ, എനിക്കതൊക്കെ നിന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഞാൻ കൂടെ വായിച്ചേ നോക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും അവിടുന്ന് പൊറുപ്പിക്കുക. 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം. സ്തോത്രം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാമത്തെ അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി നെട്ടോട്ടം ഓടുമ്പോൾ ക്രിസ്തു ഉച്ചസ്ഥലം വിളിച്ചു പറയാ, ഞാൻ ആ ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് നീ യേശുവിന് മെഴുകുതിരിയായിട്ട് നടക്കണ്ട. അവിടുന്ന് വെളിച്ചമാണ്. അവിടുന്ന് നിനക്ക് വെട്ടം തരുന്നത്. എൻ്റെ 50 പൈസയുടെ മെഴുകുതിരി കൊണ്ട് യേശുവെ വെട്ടം തരുന്നാട്ടെ. കത്തി തീരുമ്പം തങ്കച്ചൻ പുറകെ വരും. അത് തീരുമ്പം മറിയാമ്മ കൊച്ചമ്മേ യേശുവിന്. ഇനി എന്നാ ഇതിനൊക്കെ വിവരം ഉണ്ടാകുന്നേ? യേശുവിനാരും വിളക്ക് തെളിക്കണ്ട, അവിടുന്ന് ആ സാക്ഷാൽ വെളിച്ചം. ഇരുള് മൂടിയ ലോകത്തിൽ തപ്പിത്തേടി മനുഷ്യൻ നടക്കുമ്പോൾ അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിലേക്ക് വരണം. ലോകത്തിന്റെ വെളിച്ചമാണ്. അതെ, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ അവിടുന്ന് സൗഖ്യമാക്കി. പിറവിയിലെ കുരുടൻ. സ്തോത്രം. അവന്റെ അപ്പനാണോ അമ്മയാണോ പാപം ചെയ്തത് ഇവൻ ഈ പരുവക്കേട് വരാൻ കാര്യം? ഒറ്റ വാക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനാ എന്ന് പറഞ്ഞ അന്യോന്യം പഴി ചാരുകയും കുറ്റം വിധിക്കുകയും വേണ്ട. നീ വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം കാണും. അവരുടെ കുഴപ്പമാ ഇവരുടെ കുഴപ്പം അതൊന്നും പറഞ്ഞ് തടി തപ്പണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്ക്, ഇന്ന് രാത്രി അവിടുത്തെ മഹത്വം കാണും. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. അതാണ് 10-ാം അധ്യായത്തിലെ വിഷയം. അതെ, 11, 12 അധ്യായം നമുക്കറിയാം. ചേർത്ത് അങ്ങോട്ട് പഠിച്ചാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. എത്ര പേരെ യേശു രക്ഷിച്ചു, എത്ര കുടുംബങ്ങളെ യേശു രക്ഷിച്ചു. ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 11, 12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ജീവനുള്ള ദൈവം. നമ്മൾ 14-ാം അധ്യായമാണ് വായിച്ചത്. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കാണുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ 14-ാം അധ്യായത്തിൽ ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാരണം 13 ചിന്തിക്കുന്ന നല്ലതാ. വേദപുസ്തകം പഠിക്കുന്ന പ്രസംഗിക്കുന്നവരായി ഇവരെല്ലാവരും എന്നേക്കാൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരും ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ ശുശ്രൂഷ ചെയ്യുന്നവരായി ഇവിടെ ഇരിക്കുന്നവരും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തിട്ടമാണ്. 14-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറയുക, ഹൃദയം കലങ്ങരുത്. അത് പറയാൻ കാരണം 13 പഠിക്കണം. നമുക്കറിയാം, ഒറ്റ വാക്ക് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം എന്താ? ഒറ്റ വാക്കിൽ ശൂശു എന്ന് വെക്കാതെ ഒരാൾ എഴുന്നേറ്റു. ഒറ്റ വാക്കിൽ അയ്യോ കാല് കഴുകി ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കടിച്ചവൻ തന്നെ വിഷം എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ അങ്ങ് വിഷം എടുത്ത്, പിന്നെ നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ട. അപ്പം ഞാൻ തന്നെ അങ്ങ് തെളിയാം. അതാ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്ക് പറഞ്ഞ പെസക. സ്തോത്രം. അപ്പൊ ഈ പെസക ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടെ പെസക ഒരുക്കണ്ടേ? ശാല. ആ കാരണം കയറി കിടക്കാൻ ഇടമൊന്നുമില്ല. അതുകൊണ്ടാ. ഇതുപോലെ ഓഡിറ്റോറിയമോ ഹാളോ
ഒന്നുമില്ല. സ്തോത്രം, ഒന്നുമില്ലെന്ന്. നമുക്കന്ന് എവിടെയെല്ലാം ഉണ്ടെന്ന് തന്നെ ഇപ്പം ഡൗട്ടിലിരിക്കുക. സ്തോത്രം. നാളെ ഞാനൊരാൾ ചോദിച്ചു, പിന്നെ ഭാര്യയുടെ വീട്ടിൽ ചില സ്ഥലമുണ്ട്. നേരെ അത് ഞാൻ മറന്നുപോയെന്ന്. തിട്ടമില്ല എവിടെയൊക്കെയാന്ന്. അപ്പൊ യേശുവിന് കയറി കിടക്കാൻ ഇടമില്ല, യോഗം നടത്താൻ സ്ഥലമില്ല. വല്ലവരുടെ പടകിലൊക്കെ ഇച്ചിരി നീക്കൊന്ന് ഇരുന്ന് ഇച്ചിരി പ്രസംഗിക്കട്ടെന്ന്. സ്തോത്രം. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽകൂടാകി. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. മുതലില്ലാതെ തലചാ